ഇരിക്കുന്നു. ഹായ് ഗൈസ്, വെൽക്കം ടു ത്രിണികാമറിയ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു സൺഡേ ഈവനിങ് വ്ലോഗാണ് ഇത്. ആക്ച്വലി ഈ ഇൻട്രോ എടുക്കുന്നത് ഞങ്ങൾ മൺഡേ ആണ്. മൺഡേ ഞങ്ങളൊന്ന് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഉള്ള ഇൻട്രോ ആണ് ഇപ്പൊ എടുക്കുന്നത്. കാരണം ഇന്നലെ എടുക്കാൻ വേണ്ടിട്ട്, അതെ, സാഹചര്യം അനുകൂലമായിട്ട് വന്നില്ല. ഇന്നലെ ഞങ്ങള് പള്ളിയിൽ പോക്കും എല്ലാവരും ഈയിടായിട്ട് ഞങ്ങൾ നോക്കിയിട്ട് എപ്പോഴും പോയിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇൻട്രോ എടുക്കാൻ പറ്റാറ്. കാരണം പെട്ടെന്ന് ഒരുങ്ങി പോകുന്നൊക്കെ എടുക്കുന്ന സമയത്തിന് എടുക്കാൻ പറ്റത്തില്ല, നിർത്തി നിൽക്കുന്നതാണ്. അപ്പൊ എല്ലാം കഴിഞ്ഞ് വരുമ്പം സമാധാനമായിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ എടുക്കുന്നത് കേട്ടോ. വിചാരിച്ചിട്ടില്ല, സിറ്റുവേഷൻ അങ്ങനെ ആക്കുന്നതാണ്. എപ്പോഴും വിചാരിക്കും പോകുന്നതിന് മുന്നേക്ക് എടുക്കണം, പക്ഷെ ഒരിക്കലും നടക്കത്തില്ല കേട്ടോ. ഏഞ്ചലിന്റെ ലുക്ക് എങ്ങനെയുണ്ട്? ഏഞ്ചലിന്റെ അമ്മാമ്മ കരിയൊക്കെ വരച്ച് സുന്ദരിയൊക്കെ എടുത്തതായിരുന്നു. ഇന്നലെ ഇതേ ലുക്കായിരുന്നു ഏഞ്ചലിന്, ഇന്നും അതേ ലുക്ക് അമ്മാമ്മ ആക്കി എടുത്തിട്ടുണ്ട് ഏഞ്ചലിന്. ഇതിപ്പോ മയക്ക് നോക്കാൻ പിടിക്കാനുള്ള വെപ്രാളത്തിലാണ് ഏഞ്ചല്. ഇടയ്ക്കിടയ്ക്ക് മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ട്. നല്ലപോലെ പാട്ട് പാടും കേട്ടാ, താളത്തിലൊക്കെയാ പാടുന്നത്. അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, പള്ളിയിലൊക്കെ പോകണമായിരുന്നു. രാവിലെ ഉറക്കം എഴുന്നേറ്റ് പോകാൻ വേണ്ടി നല്ല മടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന് വിളിച്ചതാവാ പള്ളിയിൽ പോകണ്ടേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു ഈവനിങ് പോകാമെന്ന് വിചാരിച്ചിട്ട്, ഇല്ല വരുന്നില്ല, വൈകുന്നേരം പോകാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം തന്നെ പള്ളിയിലൊക്കെ പോയായിരുന്നു. പോയിട്ട് അവിടെ വെച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പള്ളിയിൽ നിന്ന് തിരിച്ച് വരുന്നതിൻ്റെ വീഡിയോ. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീഡിയോ എടുത്തപ്പോൾ ആ വീഡിയോനകത്ത് സപ്പോർട്ട് ആവുന്നില്ല, എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നിട്ട് അബി, എൻ്റെ അനിയൻ, ഷാർജ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ സൺഡേ അവന് ഷാർജ വേണം. ഞങ്ങളങ്ങനെ പുറത്തൊന്നും വാങ്ങി കഴിക്കാറില്ല, വീട്ടിൽ വെച്ച് തന്നെ ഇതൊക്കെ ഉണ്ടാക്കാറ്. അവൻ ഷാർജയ്ക്ക് വേണ്ടി നിർബന്ധം പിടിക്കുന്നതിൽ അവനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. കാരണം കുഞ്ഞിനെ മുതലേ സൺഡേ ആകുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നുവെച്ചാൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി തന്നും, പിന്നെ ഐസ്ക്രീം, ഷാർജ, ഇതൊക്കെ എല്ലാ സൺഡേ ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പം ആ ഒരു ശീലം കണ്ടിട്ടാണ് ആള് അതങ്ങ് റുട്ടീനായി പോയി. അതുകൊണ്ട് സൺഡേ എന്ന് കണ്ട് എന്തേലൊക്കെ വേണം. ഞങ്ങൾക്ക് പിന്നെ ഒരിടയ്ക്ക് ഷാർജ അടിക്കാനുള്ള മടി കാരണമൊക്കെ ഞങ്ങളത് നിർത്തി വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അങ്ങ് ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ് കേട്ടോ വിട്ടത്. സത്യത്തിൽ തിരുവോണത്തിൻ്റെ അന്ന് ഇവിടെ വരണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അന്ന് പറ്റിയില്ല, കാരണം ഒരുപാട് ലേറ്റായിപ്പോയി. ഞങ്ങൾ ഒരു 7 മണി 7:15 ഇവിടെ എത്തിയപ്പോഴത്തേനും. സത്യത്തിൽ ഇത് 8 മണി വരെയൊക്കെ ഉള്ളു. അപ്പൊ പിന്നെ അതിനകത്ത് കയറിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, ഉടനെ തന്നെ തിരിച്ചിറങ്ങേണ്ടി വരും. അതുകൊണ്ട് അങ്ങ് മടിച്ചു പോയി കേട്ടോ കയറാൻ. അങ്ങനെ തന്നെ അവിടുന്ന് നേരെ ആശ്രമ മൈതാനത്താണ് കേട്ടോ വിട്ടത്. ഇതും മൈതാനമൊക്കെ ഏകദേശം അടുത്തടുത്താണ് കേട്ടോ ഉള്ളത്. ഞാൻ കുഞ്ഞിലെയാണ് കേട്ടോ ഇവിടെ വന്നത് അവസാനമായിട്ട്. പിന്നെ കുറേ വർഷമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടേ ഇല്ല. അപ്പം ആ കുഞ്ഞില് വന്ന ഇത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞത്. കാരണം ചിൽഡ്രൻസ് പാർക്കല്ലേ, പിള്ളേർക്കുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണുമല്ലോ. അപ്പം ആ ഒരു പ്രതീക്ഷയിലൊക്കെയാണ് ഇവിടെ വന്നത്. കാരണം ഞാൻ കുഞ്ഞിലെ കണ്ട ചിൽഡ്രൻസ് പാർക്കേ അല്ല ഇപ്പം ഇത്. ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. കാരണം ഞാൻ കുഞ്ഞിലെ കണ്ട ചിൽഡ്രൻസ് പാർക്കേ അല്ല ഇപ്പം ഇത്. ഞാനിങ്ങനെ മാറ്റം ഒരുപാടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ നല്ല ഇന്നോവേഷനും ഡെവലപ്മെൻ്റൊക്കെ വന്ന് കാണുമെന്ന്. പക്ഷേ അങ്ങനെ ഒരു സംഭവമല്ല കേട്ടോ. അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന എന്താ പറയണ്ടേ, ഒരു ഈ ബ്രേക്ക് ഡാൻസ് ആയിരുന്നാലും അല്ലാതെ ട്രെയിനൊക്കെ ആണെങ്കിലും എല്ലാം യൂസ് ചെയ്യാതെ തുരുമ്പടിച്ച് അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നതാണ് കേട്ടോ ഞാൻ കണ്ടത്. ട്രെയിനിൻ്റെയൊക്കെ ഓരോ ബോഗിയൊക്കെ വേറെ ഇടത്തൊക്കെ ആയിരുന്നു കേട്ടോ കണ്ടത്. എനിക്ക് തന്നെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കണ്ട സ്ഥലമേ അല്ല ഇപ്പം ഇത്. കാരണം ഒരുപാട് മാറിപ്പോയി. കാരണം മിക്കതും അവർ യൂസേ ചെയ്യുന്നില്ല, സൈഡിൽ മാറ്റി കിട്ടിയിരിക്കുക. കണ്ട ഈ ബോഗിയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിറങ്ങിയിട്ട് അമ്മയടുത്ത് കാര്യം പറഞ്ഞപ്പോഴും അമ്മ പറയുമായിരുന്നു അവിടെ ട്രെയിൻ ഉണ്ടല്ലോ, അതുണ്ടല്ലോ, ഇതുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു അമ്മ ഒന്നും കൂടെ അവിടെ പോയി നോക്കാം, അപ്പം അമ്മയ്ക്ക് അറിയാൻ പറ്റും ഇപ്പം എന്തൊക്കെ ഉണ്ടെന്ന്. ഇത് പറഞ്ഞപ്പോഴോർത്തെ അമ്മേനെ കൂടെ കാണുന്നില്ലല്ലോ. അമ്മ ഇടയ്ക്ക് വെച്ചങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അമ്മ നേരെ പള്ളിയിലോട്ടാണ് പോയത്. കാരണം സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ തിരുനാള്. അപ്പം ഇന്ന് 7-ാം തീയതിയാണ്. 7-ാം തീയതി ലാസ്റ്റാണ് വെച്ചാൽ എന്തുവാ പ്രദക്ഷിണമൊക്കെ ഉണ്ട് പള്ളിയിൽ. അപ്പം അമ്മയ്ക്ക് പ്രദക്ഷിണത്തിന് പോകണം, അമ്മേനെ അവിടെ ഇറക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങ് പോയി കേട്ടോ, ഇറങ്ങി. ഞങ്ങൾ തിരുവോണത്തിന് വരണമെന്ന് പ്ലാൻ ചെയ്തതാണ്, അന്ന് നടക്കാത്തത് കൊണ്ട് എന്തായിരുന്നാലും ഇത്തവണ ചിൽഡ്രൻസ് പാർക്കിൽ കയറിയേ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. ഇപ്പോൾ വന്നപ്പോഴും ലേറ്റായിട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഒരു 6:30 ആ ടൈമിൽ തന്നെ ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും അവിടുത്തെ ഷോപ്പൊക്കെ ഓൾറെഡി ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ഞാൻ ചെന്നിച്ച് സൈക്കിളൊക്കെ ചവിട്ടാം, അതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. പക്ഷെ എന്തോ എനിക്ക് അകത്ത് കയറിയപ്പോൾ തന്നെ ഞാനങ്ങ് ഓഫായിപ്പോയി. കാരണം ഞാൻ പ്രതീക്ഷിച്ച കണക്ക് അവിടെ ഒന്നും എനിക്കങ്ങനെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് അങ്ങനെ സൈക്കിൾ ചവിട്ടാനുള്ള മൂഡും ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ മാക്സിമം ഇങ്ങനെയുള്ള ഊഞ്ഞാലും പിന്നെ തെന്നുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കയറണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ അതങ്ങ് കയറാണ് ചെയ്തത്. ഞാനവിടെ ഏഞ്ചലിനെ ഇരുന്ന് ആടാൻ പറ്റുന്ന ടൈപ്പ് ഊഞ്ഞാലൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടോ. ഈ പാൻറ്റീസ് പോലെയൊക്കെ ഇരിക്കുന്ന ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ പിള്ളേർക്ക് ഇരുന്ന് ആടാൻ പറ്റുന്നത്. ഞാൻ കാസർഗോഡ് പോയപ്പം അവിടുത്തെ പാർക്കിൽ അതിനെ കണ്ടു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ അത് കാണുമെന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ ഊഞ്ഞാലുണ്ട് പറയാൻ, അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അകത്ത് കയറിയപ്പോഴത്തേനും നല്ലപോലെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 6:30 ആ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അകത്ത് കയറിയപ്പോൾ. നല്ല ഇരുട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഫോണിലെ ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ ഇത്രയും വെളിച്ചത്തിലെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയത്. പിന്നെ ഞാനെല്ലാം ബ്രൈറ്റ്നെസ് കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ എടുത്തത്. കാരണം എന്തോ ഒരു ഇരുട്ടിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവണമല്ലോ. ഇവിടെ നല്ല വെട്ടം കാണുന്നുണ്ട്, അത് ഫോണിലെ ബ്രൈറ്റ്നെസ് തന്നെയാണ് കേട്ടോ. അവിടേക്ക് അത്യാവശ്യം നല്ല ഇരുട്ടുണ്ടായിരുന്നു. ഏഞ്ചലിന് ഇച്ചിരി എൻജോയ്മെന്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഏഞ്ചലിന് ഇതുപോലെ മടിയിലിരുത്തി ഊഞ്ഞാലൊക്കെ അടിച്ചത്. ഇച്ചിരി എൻജോയ് ചെയ്യട്ടെ അവളും. പക്ഷെ അവൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഭാവമാറ്റമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് എന്താ സംഭവം എന്ന് പോലും അങ്ങനെ കത്തുന്നുണ്ടായിരുന്നില്ല. അവള് ഫ്രീ ആടുന്നോണ്ട് മടി അവളും അനങ്ങാതിരുന്ന് ആടിക്കൊണ്ടിരുന്നു. അത്രേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അടുത്തേക്ക് ഒരുപാട് പിള്ളേരൊക്കെ കടന്ന് നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം ഇരുട്ടായ കാരണമാണ് കേട്ടോ പ്രിയയുടെ അബിയുടെ ഒക്കെ കണ്ണ് കിടന്ന് തിളങ്ങിയത്. ഇരുട്ടത്തെടുത്ത വീഡിയോ ആയതുകൊണ്ട് എല്ലാവരുടെയും കണ്ണിന് നല്ല തിളക്കം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം ഞാൻ മൊത്തത്തിൽ വീഡിയോ എടുപ്പിലായിരുന്നു, അങ്ങനെ പറയാൻ മാത്രം അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. പിന്നെ ജസ്റ്റ് ഊഞ്ഞാലൊക്കെ ആടിയിട്ടുണ്ടായിരുന്നു. അത് അബി പറഞ്ഞു ജസ്റ്റ് കോമ്പറ്റീറ്റ് ചെയ്യാം, എന്നുവെച്ചാൽ കോമ്പറ്റീഷൻ പോലെ ചെയ്യാൻ, ആരാ നല്ല പൊക്കത്തി ഹൈറ്റ് ആടുന്നതെന്ന്. അങ്ങനെ ഞാൻ നല്ല സ്പീഡിൽ തന്നെ നന്നായിട്ട് കിടന്ന് ആടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ള തെന്നലാണ് കേട്ടോ. ഞാൻ പകുതി ദൂരം കയറിയതിന് ശേഷമാണ് കേട്ടോ ചെരുപ്പ് ഊരിടാന്ന് ചിന്തിച്ചത്. കാരണം അതൊരുമാതിരി സ്റ്റീലായിരുന്നു, ത്രികോണ ഷേപ്പിലുള്ള സ്റ്റീൽ. അപ്പം ചെരുപ്പിട്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയിൽ ഞാൻ മേളിലോട്ട് കയറുന്ന കണ്ടിട്ട് അബി ഏഞ്ചലിനെ കൊണ്ട് കയറാൻ വേണ്ടി വരുമായിരുന്നു കേട്ടോ. ഞാൻ സമ്മതിച്ചില്ല, കാരണം ഓൾറെഡി കുറച്ചത് ഹൈറ്റിലാണുള്ളത്. അപ്പോൾ അവളെ കൊണ്ട് കയറുന്നതുകൊണ്ട് എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അവന് കയറാൻ സമ്മതിച്ചില്ല കേട്ടോ. ഏഞ്ചൽ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് കടന്ന് കൂവുന്നുണ്ട് ആള്. സത്യം പറഞ്ഞാൽ അവിടെ പോയപ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ കാര്യമായിട്ടായിരുന്നു ഊഞ്ഞാലാടാൻ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഊഞ്ഞാലിലൊക്കെ പെട്ടെന്ന് എപ്പോഴും ആടാൻ കഴിയുന്നൊന്നും അല്ല. ഇവിടെ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ വന്നാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇരുട്ടായ കാരണം ഞങ്ങൾക്ക് കുറേ നേരം നിൽക്കാനൊന്നും മൂഡില്ലായിരുന്നു കേട്ടോ. കാരണം ഇരുട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ട് എടുത്തോണ്ടാണ് കേട്ടോ ഇച്ചിരി വെട്ടെങ്കിലും ഉള്ളത്. അവിടെ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഊഞ്ഞാല് ആടാൻ വേണ്ടിയിട്ട് അബീൻ്റെ ഇത് ഏഞ്ചലിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പ്രിയ വീഡിയോ ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അബിയുടെ കൊടുത്തിട്ട് ഞാൻ തിരിച്ച് നടന്നു വന്നതാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല, പ്രിയ ഞാൻ പോലും അറിയാതെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഫുള്ളും എൻ്റെ അനിയൻ്റെ ഫോണിലായിരുന്നു കേട്ടോ. അവൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലോട്ട് എല്ലാ വീഡിയോയും സെൻഡ് ചെയ്തപ്പം പലതും പല രീതിയിലാണ് കേട്ടോ എൻ്റെ ഫോണിലോട്ട് വന്നത്. കാരണം ഒരു ഓർഡറും ഇല്ലാതെയാണ് കേട്ടോ ഫോണിൽ കയറി വന്നത്. അതുകൊണ്ട് വീഡിയോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു തിരിഞ്ഞൊക്കെ കിടക്കുവാണ്. പിന്നെ ഓർഡർ കയറ്റിയിടാൻ ഇത് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ലല്ലോ, എങ്ങനെ വേണേലും കടന്നോട്ടെ. ഇതിപ്പം അബീന് അല്ല, അബി ഏഞ്ചലിന് തെന്നിക്കുവാണ് കേട്ടോ. ഏഞ്ചൽ നന്നായിട്ട് ചിരിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ചിരി ഉണ്ടായിരുന്നു അവൾക്ക്, മുഖത്ത് നല്ല സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് ഇനി അവളുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ ഇനിയും കയറി ഇരുന്നാൽ കൊള്ളാം എന്നൊക്കെ തോന്നി കേട്ടോ.
അതുകൊണ്ടാണ് കേട്ടോ അവ വീണ്ടും വീണ്ടും കുറെ തവണ, ഒരു 4-5 തവണ ചെയ്തതാണ് കേട്ടോ. പക്ഷെ ഞാനവന് 1-2 തവണ ചെയ്തത് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഊനാലിലാടുന്ന വീഡിയോ വന്നത്. അങ്ങനെ അവള് കുറേ നേരം ഊനാലാടയൊക്കെ ചെയ്തു കേട്ടോ. അതിനുശേഷം ഞാൻ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഏഞ്ചലിനെയും കൊണ്ട് ചെറിയൊരു തിന്നുന്നത് കണ്ടായിരുന്നേ. അപ്പം എനിക്കും കയറി ഇരുന്ന് തിന്നാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ കരുതി എൻ്റെ നീളത്തിനും എല്ലാത്തിനും അത് പറ്റുകയും ചെയ്യും. അപ്പം ഏഞ്ചല് അബി അല്ലാതെയല്ലേ തിന്നിച്ചുള്ളൂ, ഏഞ്ചല് മൊത്തത്തിൽ തിന്നിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കരുതി കുറച്ചു നേരം ഏഞ്ചലിനെ എൻ്റെ മടി ഇരുത്തി ഒന്ന് തിന്നിക്കാം. അങ്ങനെ 2-3 വട്ടം ഞങ്ങൾ തെന്നയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അതിനിടെ കുട്ടി കുട്ടി വാവകളൊക്കെ വന്ന് തിന്നുന്നൊക്കെ ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് ഭയങ്കര ഒരു ചെറിയൊരു സ്റ്റെപ്പായിരുന്നു. അതിനകത്ത് എനിക്ക് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ കൊന്നിനെയും കൊണ്ട് കയറുന്നതുകൊണ്ട് ഞാൻ ഇത്തിരി പമ്മിയാണ് കയറിയത്. എന്നാലും എനിക്ക് കയറാനൊക്കെ പറ്റി. പിന്നെ അതിൻ്റെ മണ്ടയിൽ എനിക്ക് തലയിടിക്കുമോ എന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കറക്റ്റ് നീളമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നും പറ്റില്ല. എന്നാലും തല കുനിച്ചാ വന്നത്. കാരണം തലയിടിച്ചെങ്കിൽ പുറകിലോട്ട് വല്ലതും പോയാലോ എന്നൊരു പേടിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏഞ്ചലും ഞാനും കൂടെ കുറേ നേരം തെന്നി. ഇത് ഇരുട്ടായോണ്ടാണ് കേട്ടോ ഞങ്ങളുടെ കണ്ണൊക്കെ വേറെ കളറിലൊക്കെ ഇരിക്കുന്നത്, കൃഷ്ണമണിയെ. അങ്ങനെ കുറേ നേരമൊക്കെ ഞങ്ങൾ തെന്നിയൊക്കെ കളിച്ചു. അതിൻ്റെ അടുത്തായിട്ട് തന്നെ അനീഷ ഊനാലാടുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അനീഷയ്ക്കും മതിയായി. അനീഷ ഞങ്ങളുടെ തെന്നലിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഇരുട്ടൊക്കെ ആയി. എല്ലാവരും ഒക്കെ ഒരുവിധം പോയൊക്കെ തുടങ്ങി. ഞങ്ങൾ വന്നപ്പോൾ എല്ലാ ഊനാലും ആളുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങാനൊക്കെ ടൈം ആയപ്പോഴത്തേക്ക് ആരുമില്ല. എല്ലാവരും അങ്ങ് ഒരുവിധം ആളുകളൊക്കെ അങ്ങ് ഒഴിഞ്ഞു. മിക്കവരും മൈതാനത്തോട്ട് പോവുകയും അല്ലാതെ വീട്ടിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ കറങ്ങി നിന്നപ്പോഴത്തേക്കും ചെറിയ ഒരു തൂക്കുപാലം പോലെ ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പം ഞാൻ കരുതി അതിനകത്തൂടെ കയറാം, ഏഞ്ചലും അവനെയും കൊണ്ടുവന്ന് കയറാം. അങ്ങനെ കരുതി അതിനകത്ത് കയറിയതാട്ടോ. എനിക്ക് പ്രത്യേകിച്ചൊന്നും അതിനകത്ത് കയറിയിട്ട് തോന്നുന്നില്ല. ജസ്റ്റ് നമ്മൾ പാലത്തിൽ കൂടെ നടക്കുന്നു അങ്ങനെ തോന്നുന്നുള്ളൂ. പക്ഷെ പിള്ളേർക്ക് അതൊരു അഡ്വഞ്ചറായിട്ട് തോന്നിയേക്കാം. കാരണം പിള്ളേർക്ക് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അയ്യോ ആടുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുമല്ലോ, അങ്ങനെ ആയിരിക്കാം. പക്ഷെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയൊന്നുമില്ല. പിന്നെ അതിനകത്ത് തന്നെ തെന്നിയാണ് നമ്മൾ പിന്നെ ഇറങ്ങേണ്ടത്. അപ്പം എനിക്ക് തെന്നാൻ ഒന്നാമത് ജീൻസിൻ്റെ പാവടയും കൂടെ ആയിരുന്നുകൊണ്ട് തെന്നാൻ ഇത്തിരി പാടുണ്ടായിരുന്നു. അത് സ്റ്റീലിൻ്റെ തെന്നുന്നതായിരുന്നു. അപ്പം ഞാൻ കാല് വെച്ചൊക്കെ ഉന്തിയാണ് കേട്ടോ തെന്നി ഇറങ്ങിയത്. കാരണം അത് മറ്റേ പ്ലാസ്റ്റിക് പോലെ സ്മൂത്തായിട്ട് തെന്നി പോകുന്നില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് തന്നെ നിർത്തിയിട്ട് ഏഞ്ചലിനെ അബിയുടെ കയ്യിൽ കൊടുക്കാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആയപ്പം വലിയ ഒരു തെന്നുന്നത് കണ്ടേ. ഞങ്ങൾ കയറി വന്നപ്പോഴും ഇത് കണക്കൊരു വലുത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ മൊത്തത്തിൽ പിള്ളേരായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ പുറകിലോട്ട് പിന്നെ വന്നപ്പോഴാണ് ഈ ഒരു വലിയ തിന്നുന്നത് കണ്ടത്. അപ്പം ഇവിടെ നോക്കിയപ്പം ആളുകളും ഇല്ല. അങ്ങനെ പിന്നെ ഞാനങ്ങ് കയറി ഞാനങ്ങ് തെന്നാനങ്ങ് തുടങ്ങി. കാരണം വർഷങ്ങളായി ഞാനൊന്ന് തെന്നിയൊക്കെ കളിച്ചിട്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി. കാരണം പണ്ടൊക്കെ കയറിയിട്ടുള്ളതാണ്, പിന്നെ കയറിയിട്ടേ ഇല്ല. കുറേ വർഷം, ഒരു 6-7 വർഷമെങ്കിലും ആയിക്കാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നിട്ടൊക്കെയോ കയറിയിട്ടുള്ളതാണ്. പിന്നെ ഇതുവരെ കയറിയിട്ടേ ഇല്ല. പിന്നെ ഉള്ളത് എന്തുവാ, +2-നൊക്കെ പോയപ്പം വണ്ടർലയിലൊക്കെ പോകുമ്പം അതൊക്കെ നമ്മൾ വെള്ളത്തിൽ കൂടെ തെന്നുന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത തെന്നലോ കാര്യമൊന്നും അവിടെ ഇല്ലായിരുന്നല്ലോ. അങ്ങനെ വണ്ടർലയിൽ തെന്നിയിട്ടുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനത്തുള്ള പാർക്കിലൊക്കെ വന്ന് തെന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെയറാണ്. കുറേ വർഷങ്ങളായി പിന്നെ കയറിയിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടപ്പോൾ ഒരു നൊസ്റ്റു അടിച്ചു. അങ്ങനെയൊക്കെ കയറിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നതാണേ. പണ്ടത്തെ ചിൽഡ്രൻസ് പാർക്കൊന്നും അല്ല, ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു ചിൽഡ്രൻസ് പാർക്ക്. ഒരുപാട് റൈഡും ഒക്കെ കുറവൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അതിൽ തന്നെ പിന്നെ അബിയും അനീഷയൊക്കെ തെന്നിയൊക്കെ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെറുതെ നിന്നു.
എല്ലാം ഇങ്ങനെ നോക്കിയിട്ടൊക്കെ. ഏഞ്ചൽ വാവ അവിടെ ഇരുന്ന് കൈയൊട്ടിക്കളിയും ആ ഊയി വെക്കലും ഒക്കെ ആയിരുന്നു. നല്ല ഏഞ്ചലും നല്ലപോലെയൊക്കെ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ ഏഞ്ചൽ ഇവിടെ വരുന്നത്. അതിൻ്റെ ഒരു എൻജോയ്മെന്റ് ഏഞ്ചലിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഏഞ്ചലിനെ ഇങ്ങനെ കളിപ്പിച്ച് കുറേ നേരം നിന്നു. പിന്നീട് ഞങ്ങൾ കുറേ നേരം ഒന്നും നിൽക്കാൻ നിന്നില്ല, അങ്ങ് ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ ഒരു മരത്തിൻ്റെ ചോട്ട് ഇങ്ങനെ ടൈൽസ് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കണ്ട്. അപ്പം ഞാനും ഏഞ്ചലും കൂടെ അവിടെ കയറി അങ്ങിരുന്നു. ഏഞ്ചൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കാരണം കുറേ നേരം നിന്നേയല്ലേ, അപ്പം കാലൊക്കെ വേദനിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ അങ്ങ് കയറി കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫുൾ ടൈം ഏഞ്ചൽ എൻ്റെ കൂടെ ആയിരുന്നു. കാരണം ഏഞ്ചലിനെ എടുത്ത് വെച്ച് എനിക്കും കൈവേദനയായി. ഞങ്ങൾ ക്യാരി ബാഗ് എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ വിചാരിച്ചു വേണ്ട. കാരണം അത് ഇട്ട് വെക്കാൻ സാധനമില്ല, ഞങ്ങളുടെ കയ്യിലുള്ള ബാഗിനകത്ത് അത് കയറത്തില്ല. അതുകൊണ്ട് പിന്നെ ക്യാരി ബാഗ് എടുത്തില്ല, കൈ തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഉടനെ കുറേ നേരം ഇരുന്നതിന് ശേഷം ഉടനെ അങ്ങ് ഇറങ്ങിയിട്ട് അടുത്ത് തന്നെ ഒരു പാട്ട് കുറച്ച് പേരിങ്ങനെ പാടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടു. ഞങ്ങൾ പോയപ്പോഴത്തേക്കും കുറച്ചായി അവർ നിർത്താവുന്ന ആ ഒരു ഇതിലോട്ടെത്തി. അപ്പോഴാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പാട്ടിങ്ങനെ കേട്ടു. ആ സ്റ്റേജിലായിരുന്നു അവർ പാടിയിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലെന്തോ ഉള്ള ആരൊക്കെ ആയിരുന്നു, നമുക്കറിയത്തില്ല. ഞങ്ങളിങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം ഒന്നും അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ പാട്ട് പ്രോഗ്രാം ഒന്നും കാണാൻ പോകത്തില്ല, അതുകൊണ്ട് വല്ലാണ്ട് അറിയത്തില്ല അതെന്തായിരുന്നു എന്ന്. ഏതോ ഒരു ക്ലബ്ബുകാർ നടത്തുന്ന ഓണപരിപാടിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഗാനമേളയായിരുന്നു. പക്ഷെ ന്യൂജൻ സോങ്സ്, ന്യൂജൻ രീതിയിൽ അങ്ങനത്തെ ഉള്ള ഒരു സോങ്സ് ഒക്കെ ആയിരുന്നു. പാട്ട് നല്ല നല്ല പാട്ടൊക്കെ ആയിരുന്നു, നല്ലപോലെ പാടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അഡ്വഞ്ചർ പാർക്കിൽ നിൽക്കുമെങ്കിലും ഇവരുടെ പാട്ട് നല്ലപോലെ കേൾക്കാൻ പറ്റുമായിരുന്നു അവിടെ നിന്നിട്ട് തന്നെ. അപ്പം ചില പാട്ടൊക്കെ നമുക്ക് അറിയുന്ന പാട്ടൊക്കെ നല്ല രീതിയിലൊക്കെ പാടിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം നിന്നു. പിന്നെ അത് അപ്പോഴത്തേക്കും തീർന്നല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മൈതാനത്തോട്ട് പോകാമെന്ന് വിചാരിച്ചേ, ആശ്രമ മൈതാനത്ത്. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കണ്ടേ, വൈകിട്ട് അങ്ങ് ഇറങ്ങിയതല്ലേ, അപ്പോൾ ചായയോ വല്ലതൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് മൈതാനത്തോട്ട് പോയത്. കാരണം ചിൽഡ്രൻസ് പാർക്കിൽ ഫുഡോ കാര്യമോ ഒന്നും ഇല്ല, അവിടെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ പിന്നെ മൈതാനത്ത് പോകുക എന്നതല്ലാതെ വേറെ വഴിയില്ല.
അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ മൈതാനത്തോട്ടങ്ങ് പോയത്. മൈതാനത്തോട്ട് പോയപ്പോൾ ഭയങ്കര ബ്ലോക്കും കാര്യമൊക്കെ ആയിരുന്നു. ഒന്നാമത് സൺഡേയും കൂടെ അല്ലേ, അതിൻ്റെതായ ബ്ലോക്കും ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങള് ബ്ലോക്കെല്ലാം വിട്ട് ഞങ്ങൾ മൈതാനത്തോട്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. ഏഞ്ചല് മൈതാനത്ത് വന്നപ്പോൾ തൊട്ടേ ഈ ജെയിന്റ് വീലിലോട്ടായിരുന്നു കേട്ടോ നോട്ടം മൊത്തം. കൊച്ചു നോക്കിയപ്പോൾ കളർഫുള്ളായിട്ട് അത് കിടന്ന് കത്തുന്ന കണ്ടപ്പോൾ മൊത്തത്തിൽ ജെയിന്റ് വീലിനെ നോക്കി നോക്കിയിരിക്കുകയായിരുന്നു. അവൾക്ക് കളർഫുള്ളായിട്ടുള്ള എന്തൊക്കെ എവിടെയൊക്കെ കാണുന്നോ അവിടെ തന്നെ നിൽക്കണം. ഈ സ്പോട്ടിൽ നിന്ന് അവളെന്നെ മാറ്റിയിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ. അവളെ വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. കുറേ നേരം ഞാൻ അവിടെ തന്നെ നിന്നു. ഞാൻ അവിടെ നിന്നൊന്നും അനങ്ങുന്ന കണ്ട അപ്പം അവൾ കരയാൻ തുടങ്ങും. അവൾക്കത് കണ്ടുകൊണ്ടിരിക്കണം. അത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു ലൈറ്റുള്ള സാധനം ഇങ്ങനെ കറങ്ങിയിട്ട് മേളിലോട്ട് പോയിട്ട് താഴെ വന്ന് വീഴുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നേ. അത് അയാളിങ്ങനെ കറക്കിയപ്പം നേരെ വന്ന് വീണ ഞങ്ങളുടെ ഫ്രണ്ടിലായിപ്പോയി. അപ്പം തന്നെ ഏഞ്ചൽ അത് നോട്ടമിട്ട്. അങ്ങനെ പിന്നെ അത് വീണെടുത്ത് അവൾക്ക് പോകണം. അയാൾ എടുത്തിട്ട് പോകുന്ന എല്ലാം അവൾ കണ്ടു. അപ്പം അവൾക്കത് കണ്ടേ പറ്റൂന്നും പറഞ്ഞ് എന്നെ അവിടെ തന്നെ നിർത്തിയിരിക്കുമായിരുന്നു കുറേ നേരം. അങ്ങനെ ഞാൻ കുറേ നേരം ഏഞ്ചലിനെ വെച്ചിട്ട് അവിടെ തന്നെ നിന്നു. ഏഞ്ചലിന് അവിടെ നിന്ന് മാറരുത് എന്നായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ണു വെട്ടിച്ചൊക്കെയാണ് ഞാൻ മാറിയിട്ടൊക്കെ ഉള്ളത്. അബിയുടെ കയ്യിൽ കൊടുത്തെങ്കിൽ പോലും അവൾ നേരെ ഇരുന്നില്ല. പിന്നെ എൻ്റെ കയ്യിലോട്ട് തന്നെ വന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം മൈതാനത്ത് ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുകയൊക്കെ ചെയ്തു. മൈതാനം മൊത്തത്തിൽ കറങ്ങി കണ്ടു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഫുഡ് കഴിക്കാമെന്ന് ഉദ്ദേശിച്ചാൽ വല്ലാണ്ടൊന്നും കഴിക്കുകയെന്നല്ല, ജസ്റ്റ് ഐസ്ക്രീമോ പാനിപ്പൂരി അങ്ങനത്തുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചായിരുന്നു ചെന്നത്. അനീഷയ്ക്ക് ഇതിൻ്റെ തലേന്ന് ഞങ്ങൾ മൈതാനത്ത് വന്നപ്പോൾ കരിമ്പ് ജ്യൂസ് വേണമെന്ന് അനീഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അത് തീർന്നു പോയി. ഇന്ന് പോയപ്പോഴും അത് തീരെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തീരെ എന്നല്ല, അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ആളില്ല കരിമ്പ് ജ്യൂസിന്. അങ്ങനെ പിന്നെ ഞങ്ങൾ കരിമ്പ് ജ്യൂസ് വാങ്ങിച്ചില്ല. ഞാൻ നേരെ പാനിപ്പൂരി വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഒരു പാനിപ്പൂരി അങ്ങ് വാങ്ങിച്ചു. ഒരു സെറ്റ് പാനിപ്പൂരിയും വാങ്ങിച്ചു. പിന്നെ ഏഞ്ചലിന് പഴം വല്ലതും കൊടുക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരമല്ലേ, അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് വിചാരിച്ച് പഴം വാഴയ്ക്കപ്പം വാങ്ങിച്ചിട്ട് അതിൽ ഏത്തയ്ക്ക മാത്രമായിട്ട് ഏഞ്ചലിന് കൊടുത്തു. ഏഞ്ചല് ഞങ്ങൾ പാനിപ്പൂരി തിന്നുന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്താ സംഭവം എന്ന് അവൾക്ക് അറിയത്തില്ല. അവളെ കൈ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ പാനിപ്പൂരി കഴിക്കുന്നത് അവളുടെ മുന്നിൽ വെച്ച്. അപ്പോൾ അവൾക്ക് ഇതെന്താ സംഭവം എന്ന് അറിയത്തില്ല. അവളിങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളടുത്ത് വായിലിടുന്നു, തിന്നുന്നു. പിന്നെ അവൾക്കും തിന്നാൻ കൊടുക്കുന്നുണ്ട്. അവൾ പിന്നെ അനങ്ങാതെ ഇരിക്കുമായിരുന്നു. പിന്നെയും കുറേ നേരം ഇങ്ങനെ മൈതാനം ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് ജെയിന്റ് വീലിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി. ജെയിന്റ് വീലിനെ നോക്കി നോക്കി അവൾ കുറേ നേരം നിന്നു.
ഞങ്ങൾ അവിടെ വെച്ച് ഒട്ടകത്തിനെയും കുതിരേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. ഒട്ടകം അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുമായിരുന്നു. കാരണം മരുഭൂമി കിടക്കേണ്ട ഒട്ടകമല്ലേ ഈ മണലിൽ വന്ന് കിടക്കുന്നത്. ഒട്ടകത്തിന് ആൾക്കൂട്ടമൊക്കെ കണ്ടതിൻ്റെയാന്ന് തോന്നുന്നു. ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ആള് ചുമ്മാ ഇരുന്ന് എന്തോ ഒട്ടകത്തിൻ്റെ സൗണ്ട് ഞാൻ ആദ്യമായിട്ട് അന്നാണ് കേട്ടോ കേൾക്കുന്നത്. എന്നേ പറഞ്ഞ ഒട്ടകത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ടില്ല, കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഒട്ടകത്തിനെയും കണ്ടിങ്ങനെ നിന്നു. പിന്നെ എൻ്റെ അനിയൻ്റെ കൂട്ടുകാരൻ അവിടെ ജോലിക്ക് നിൽപ്പുണ്ടായിരുന്നേ. അങ്ങനെ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് കുറച്ച് സമയത്തിന് വെളിയിൽ വരിക എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് കാണായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏഞ്ചൽ അവൻ്റെ ID കാർഡൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുവാണ്. ഏഞ്ചലിന് അതെന്താ സംഭവം എന്ന് പോലും അറിയത്തില്ല. അപ്പം വീഡിയോയിൽ വരുന്നതേ ഇല്ല. വീഡിയോ യൂട്യൂബിൽ ഇടാനല്ലേ അല്ലേന്ന് പറഞ്ഞ് മാറി നടക്കുമായിരുന്നേ. എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ വീഡിയോ എടുത്തു. എന്നിട്ട് ഞാൻ ID കാർഡിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അത് അവൻ കാണുകയും ചെയ്തു കേട്ടോ. അയ്യോ ID കാർഡ് കയ്യിലും പെട്ടു പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറേ നേരം അവനുമായിട്ട് നിന്ന് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ പള്ളിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ പെരുന്നാളായിരുന്നു മാതാവിൻ്റെ. അപ്പം പള്ളിയിൽ പ്രദക്ഷിണമല്ലേ, തലേന്ന് പ്രദക്ഷിണമായതുകൊണ്ട് പ്രദക്ഷിണം ഒന്ന് കാണാം, മാതാവിനെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പള്ളിയിലും കൂടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം പള്ളിയുടെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് റോഡിൻ്റെ ഒരു സൈഡായിട്ടായിരുന്നേ പാർക്ക് ചെയ്തത്. ഏഞ്ചൽ ഓട്ടോയിൽ കയറിയ ഉടനെ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച ഏഞ്ചലിന് ചെറുതായിട്ട് ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഇത് വന്നു. അപ്പോഴേക്കും ഞങ്ങൾ അപ്പേനെ വിളിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഒരു 9 മണി അടുപ്പിച്ചെന്താണ്ടായി. അങ്ങനെ പിന്നെ അപ്പ വന്ന് ഓട്ടോ കയറി ഇരുന്നപ്പോൾ തന്നെ ആളങ്ങ് കാറ്റ് കെട്ടിയങ്ങ് ഉറങ്ങി. മൈതാനത്തിൻ്റെ അടുത്ത് തന്നെ കേട്ടോ പള്ളി. അപ്പോൾ പിന്നെ ഞങ്ങൾ പള്ളിയിലോട്ട് പോയി മാതാവിനെ കണ്ടു. നേർച്ചയൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ മാതാവിൻ്റെ കുരിശടി. പള്ളി അപ്പുറത്തെ സൈഡാണേ. ഇത് വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശടി പോലെ കെട്ടിയിട്ടിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല ജനം ഉണ്ടായിരുന്നു കേട്ടോ പ്രദക്ഷിണത്തിന്. അമ്മയും പ്രദക്ഷിണത്തിന് പോയിരിക്കുമായിരുന്നു. കറക്റ്റ് ടൈമിങ്ങിനായിരുന്നു അമ്മയും വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ നേർച്ച ഇടാനായിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പറ്റി. കാരണം പ്രദക്ഷിണം വരുന്ന ടൈം ആയതുകൊണ്ട് എല്ലാവരും പ്രദക്ഷിണത്തിലായിരിക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് നേർച്ച ഇടാനായിട്ട് അത്യാവശ്യം പറ്റി. പിന്നെ നല്ല പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. അതാണേ ഇത്. ഇതാണേ അവിടെയാണ് കേട്ടോ കൊടി കയറ്റിയിട്ടുണ്ടായിരുന്നത്. മാതാവിൻ്റെ കൊടിയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ മണ്ടയിലായിട്ട് പടക്കം പൊട്ടുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു അവിടെ അങ്ങനെ പടക്കം പൊട്ടിക്കുന്നത് കണ്ടപ്പം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.